വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും ഞാൻ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങിയുണരുവാനും കർത്താവിൻ്റെ പാദപീഠം ചാർന്നിരിപ്പാനും ഓടുന്ന ഒരവസരം കൊണ്ട് ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. പ്രത്യേകിച്ചിൻ്റെ പ്രാർത്ഥന ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും ഞങ്ങളുടെ കരങ്ങളിൽ തരട്ട് കർത്താവേ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന ദൈവമേ, അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരുമുൻപാകെ ഏൽപ്പിക്കുകയാ. അങ്ങയുടെ പാദപീഠം കടന്നു വന്നിട്ടുള്ളവരാരും ഒരു നാളിൽ ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ. സ്തോത്രം. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവേ. അപ്പാ, ഞങ്ങൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനയ്ക്കും അങ്ങ് ഞങ്ങൾക്ക് പരസ്യമായി ഉത്തരം തരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് കണ്ണാലെ കണ്ട് സന്തോഷിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണം. ഏറിയ ബുദ്ധിയും ഞാനും അവർക്ക് നൽകുമാറാകണം. പ്രത്യേകിച്ച് നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്കായി പഠനത്തിനായി കടന്നു പോയിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുകയപ്പാ. ശത്രു കാണാതെ വണ്ണം കാൽവറിയത്തെ കോട്ടയ്ക്കുള്ള കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. ദൈവഭയത്തിൽ വളരുവാനും പഠിക്കുവാനും ഇടയാക്കണമേ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരുന്ന സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ദൈവമായ കർത്താവേ, സ്തോത്രം, സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, സമാധാനത്തോടെ കാത്തുകൊള്ളണേ അപ്പാ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളും ഉണ്ടപ്പാ. നിൻ്റെ സന്തോഷത്താൽ ആ മക്കളും ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, വിവാഹത്തിനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങളൊക്കെയും ഈ ദിവസങ്ങളിൽ കർത്താവേ, സ്തോത്രം, ഏറ്റവും ശ്രേഷ്ഠകരമായി സ്വർഗം നടത്തി. ഇന്ന് നടന്ന എല്ലാ വിവാഹ ശുശ്രൂഷയ്ക്ക് കർത്താവേ ഒരുക്കത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം മാനിപ്പാനും സ്നേഹിപ്പാനും ഞങ്ങളൊന്നുമില്ല, ഏതുമില്ലെന്ന് സമ്മതിക്കുന്ന വിലയേറിയ കരുണയും സ്നേഹവും ഒന്ന് മാത്രമാണ്. നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. വീണ്ടും തുടർന്നുള്ള കാര്യങ്ങളെയും സ്വർഗം തന്നെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില കുഞ്ഞുങ്ങൾക്കും കൂടി വിവാഹമാകേണ്ടതായിട്ടുണ്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന സ്വർഗം അവർക്കും തക്ക തുണ ഒരുക്കണം. അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പിതാവേ, നന്ദി. കർത്താവേ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ചില ദമ്പതിമാരുണ്ടപ്പോൾ അവരെ അവിടുത്തെ കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം മാനിക്കണമപ്പോൾ അവരുടെ സന്തോഷം പൂർണ്ണമാകുവാൻ തലമുറ കൊടുത്ത് മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. സ്വർഗം താങ്ങിക്കൊള്ളണമേ. മാസം ദൈവോളം കൂടിയിരിക്കണമേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങനെ ഓരോ പ്രാർത്ഥന വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരെയൊക്കെ സ്തോത്രത്തോടെ നന്ദിയോടെ ഏൽപ്പിക്കുന്നു. പുതിയ നന്മ അനുഗ്രഹം കൊടുത്ത് നിറച്ചാട്ട്. പ്രത്യേകിച്ച് യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ.
നിശ്ചിതസ്ഥാനത്ത് എത്തുവോളം കൃപയിൽ പൊതിനെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആകാശം കയറി യാത്ര ചെയ്യുന്നവർ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെയും പൂർണ്ണമായും ക്രിസ്തുവേശുവിൽ തീർത്തു തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ, നിന്റെ ദൂതനെ ഇറക്കണമേ. കർത്താവേ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ടപ്പാ. ഹല്ലേലൂയ. കർത്താവേ, സ്വന്തമായി തലയായ്പാൻ സ്വർഗത്തിലെ അപ്പച്ചൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭവനം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയം ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ആ മക്കൾക്കും ഭാഗ്യം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിപ്പാൻ എൻ്റെ അപ്പനല്ലാതെ മറ്റാരുമില്ല. ബലമുള്ള കരങ്ങളോട്ട് സമർപ്പിക്കുക. അങ്ങ് സർവ്വശക്തന, സകലത്തിനും മതിയായ ദൈവമാ. കർത്താവേ, നീ ഇവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലുമായി അനേക ജീവിതങ്ങൾ ഭാരപ്പെടുന്നപ്പാ. കരയുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. മാനസാന്തരം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക കുഞ്ഞുങ്ങൾ കർത്താവെ ഫോണിന് അടിമപ്പെട്ട്, കൂട്ടുകാർക്ക് അടിമപ്പെട്ട്, ക്ലേശമായ ജീവിതം നയിച്ച് മദ്യത്തിലും മയക്കുമരുന്നിനും അടിമപ്പെട്ട്, മാതാപിതാക്കളെ അനുസരിക്കാതെ, സ്നേഹിക്കാതെ, കർത്താവെ വിദ്യാഭ്യാസത്തെപ്പോലെ മുടക്കിക്കൊണ്ട് ഹല്ലേലൂയ ഭാവിയെ ലക്ഷ്യമില്ലാതെ നടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം രൂപാന്തരപ്പെടുത്താൻ മതിയായ ദൈവമാ. ഭാവിയെക്കുറിച്ചൊരു ബോധം അവർക്ക് കൊടുക്കണമേ കർത്താവെ. പാപത്തെ വെറുത്ത് ഹല്ലേലൂയ ജീവിപ്പാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ. വാർദ്ധക്യത്തിലായിരിക്കാത്ത കാത്തുകൊള്ളണമേ. യുവതി യുവാക്കന്മാരെ പരിപാലിക്കണേ. കുഞ്ഞുങ്ങളെ വളർത്തിത്തരണേ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ ആ നാമത്തിൽ വളരുവാൻ ഉയരുവാനൊക്കെ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയം വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നപ്പാ. സമാധാനത്തോടെ കാത്തുകൊള്ളണം. പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ തരുമാറാകണം. ഈ സമയം ഹാലിൽ ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നപ്പാ. മനസ്സലിയണേപ്പാ. അപ്പോൾ ആശുപത്രി മുറികളിൽ ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഡെലിവറി റൂമിൽ കിടക്കുന്നവരുണ്ട്. കർത്താവ്, ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സഹായിച്ചേ മതിയാകൂ. അത്ഭുതം ചെയ്തേ മതിയാകൂ. വിട്ടുവീഴ്ച മതിയാകൂ. സമാധാനത്തോടെ സൗഖ്യത്തോടെ തന്നെ പ്രിയപ്പെട്ടവർക്ക് മടക്കി കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗം അത്ഭുതം ചെയ്യണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞങ്ങളത് ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ മഹത്വം കാണും തീർച്ചയായിട്ടും. ഹല്ലേലൂയ. തൻ്റെ മക്കൾക്കൊക്കെ മഹത്വമേറിയ സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്നു. ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, അലർജി ഉള്ളവർ, കർത്താവേ, ആസ്മ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ, കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ശരീരമാസകലം അതിവേദനകളാൽ ഭാരപ്പെടുന്നവർ, നീർക്കെട്ടുകളാൽ ഭാരമുള്ളവർ, കർത്താവേ, തലവേദനയാൽ ഭാരമുള്ളവർ, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. അത്ഭുതം ചെയ്യുന്ന ദൈവം ഈ മാത്രമാകിയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യമാ. സ്വർഗം കരുണ കാണിക്കണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിലും സ്വർഗം ഇറങ്ങി വരുന്ന ദൈവമാ തരണം ചെയ്യുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല, സകലതും നന്മയ്ക്കായി ഞങ്ങൾക്ക് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ. കൃപയിൽ ദൈവമേ, ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയെല്ലാം സ്വർഗം വേരുകെട്ടി സൂക്ഷിക്കുമാറാകണം. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണം. സൗഖ്യത്തോടെ സൂക്ഷിക്കണം. ഞങ്ങളുടെ എല്ലാ ആവശ്യം അറിഞ്ഞ് കരുതണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.